എന്താ ഉദാസീന, ഒരു മൈൻഡ് ഇല്ലാണ്ട് പോകണ്ടില്ല. എന്നോട് കലിപ്പിലാണോ? കേറണില്ലേ വീട്ടിലേക്ക്? 10 മിനിറ്റ് സംസാരിച്ചിട്ട് പോവാം. എന്തിനാ അന്നത്തെ ചീത്ത വിളിച്ച് ഇറക്കി വിടാനാണോ? അല്ല, ഞാനേ അന്ന് നീ ഇലക്ഷന് വോട്ട് വെച്ച് വീട്ടിൽ വന്നപ്പോഴേ ഞാൻ കുറെ ചീത്ത പറഞ്ഞു വിട്ടില്ലേ. അപ്പൊ വിചാരിച്ചു എന്നോട് കലിപ്പിലാവും വേണമെങ്കിൽ എന്ന് വിചാരിച്ചു. ഓ, എന്തിനാ കലിപ്പ്? അതല്ല, അതിപ്പോ എന്ത് പറ്റി? അന്ന് വെള്ളയൊക്കെ ഇട്ടിട്ട് വന്ന ആള് ഇന്നിപ്പോ കറുപ്പും കാവ്യൊക്കെ ആയില്ല. ഒന്നും പറയണ്ട ചേച്ചി, ഇലക്ഷൻ തോറ്റത് കാരണം ഇപ്പം വാർക്കപ്പണിക്ക് പോവാ. അപ്പൊ നീ അന്ന് പറഞ്ഞത് നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാ ജയിക്കും ചേച്ചിന്നല്ലേ? അത്ര ഉറപ്പ് പറഞ്ഞിട്ടല്ലേ പോയേ? അപ്പൊ പിന്നെന്താ പറ്റിയേ? ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ ടൈറ്റ് മത്സരമാണെന്ന്. അപ്പം ഇലക്ഷന്റെ തലേദിവസം രാത്രി വാർഡിലുള്ള എല്ലാ വോട്ടർമാർക്കും ചിക്കൻ ബിരിയാണി ഞാൻ ഫ്രീ ആയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മുടെ വാർഡിൽ ആകെ 1300 വോട്ടാണുള്ളത്. ഞാൻ അത് കണ്ടിട്ട് ഞാൻ 1500 പേർക്കുള്ള ബിരിയാണി ഞാൻ അറേഞ്ച് ചെയ്തു. എന്നിട്ട് വന്ന് 650 പേര് ബിരിയാണി കഴിച്ചു. അതും പോരാത്തതിന് 50 പേർക്ക് വെജ് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് പോയിട്ട് 50 പേർക്കുള്ള വെജ് ബിരിയാണിയും വാങ്ങിച്ചു. അങ്ങനെ 700 പേര് പിന്നെ ബിരിയാണി കഴിച്ചു. അപ്പം 1300 വോട്ടുള്ളതിനകത്ത് 700 പേര് പോട്ടെ, 650 കൂട്ട്, 650 കൂട്ടിയാലും പിന്നെയും കിടക്കുക 650 പേര്. അതിൽ ഒരു കാൻഡിഡേറ്റിന് 300, മറ്റേ കാൻഡിഡേറ്റിന് 350 വെച്ച് കണക്ക് കൂട്ടിയാലും എനിക്ക് 300 വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ വരേണ്ടതാ. ഞാൻ തലേ ദിവസം അത് കണക്ക് കൂട്ടി ഞാൻ ജയിച്ചു എന്ന് തന്നെ ഉറപ്പിച്ചിട്ടാ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളൊക്കെ ടെൻഷൻ അടിച്ച് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ തലേ ദിവസം 300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് സ്വപ്നമൊക്കെ കണ്ടിട്ട് കിടന്ന് ഉറങ്ങിയ ഞാനാ. അതെല്ലാം എന്നിട്ട് സംഭവിച്ചേ? എന്നിട്ട് എന്ത് സംഭവിക്കാനാ ചേച്ചി? എന്റെ വെജ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കഴിച്ചിട്ട് എമാരെല്ലാം അവിടെ പോയി മറ്റവന്മാർക്ക് പോയി കുത്തി. ഉദാസീന, നമ്മുടെ വോട്ടർമാരൊക്കെ നല്ല ബോധമുള്ളവരാ. നീ ഈ കഴിഞ്ഞ 5 വർഷം ഭരിച്ചിട്ട് നാടിനൊന്നും ചെയ്യാണ്ട് ഈ ഇലക്ഷൻ വരുമ്പോ അതിന്റെ തലേ ദിവസം ബിരിയാണി വാങ്ങി കൊടുത്തു എന്ന് വെച്ചിട്ട് അവര് നിനക്ക് വോട്ട് ചെയ്തോളണമെന്നൊന്നുമില്ല. എന്താ ചേച്ചി ചിരിക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, നിന്റെ ചിക്കൻ ബിരിയാണിയും തിന്ന് നിനക്കെതിരെ വോട്ട് ചെയ്ത വോട്ടർമാരെ അവരാണ് ശരിക്കും മിടുക്കന്മാരായത്. ഉദാസീന, പറയുമ്പോ വിഷമം തോന്നിയിട്ടൊന്നും കാര്യമില്ല. അതെ, നമ്മുടെ വോട്ടർമാരെ നല്ല ബോധമുള്ളവരാ. ഈ കഴിഞ്ഞ 5 വർഷം ഭരിച്ചു ഒരു വികസനം ഉണ്ടായില്ല നാട്ടില്. അത് കഴിഞ്ഞ് ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ആ തലേ ദിവസം നീ എല്ലാവർക്കും ബിരിയാണി വാങ്ങി കൊടുത്തു വെച്ചിട്ട് അവര് നിനക്ക് വോട്ട് ചെയ്തോളണമെന്നൊന്നുമില്ല. അപ്പം ചേച്ചിക്കും അങ്ങനെ തന്നെ തോന്നുന്നല്ലേ? സ്വന്തം വാർഡിലെ ആര് വികസനം കൊണ്ടുവന്നാലും അവരടുത്ത പ്രാവശ്യം ജയിക്കും. അതിന് ചിക്കൻ ബിരിയാണി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇരിക്കട്ടെ, എന്നിട്ട് നിനക്ക് എത്ര വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു? 2 വോട്ട്. നിന്റെ വീട്ടില് നിന്റെ 2 മക്കളടക്കം 4 പേരില്ലേ നിങ്ങള്? ഉണ്ട് ചേച്ചി, അവരിലും ആരോ 2 പേര് എന്നെ ചതിച്ചു.